കണ്ട എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന്. ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഞവര അരി, ഒട്ടും തവിട് കളയാത്ത അരി. ഇത് പുഴുങ്ങാത്ത അരി കേട്ടോ. പാർ ബോയിൽഡ് അരി അല്ലെങ്കിൽ പുഴുക്കലരി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പുഴുങ്ങി ഉണങ്ങിയ അരി. അതൊന്നുമല്ല, ഇത് നമുക്ക് പച്ചരി അല്ലെങ്കിൽ റോ റൈസാണ്. ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ഉമ്മി കളഞ്ഞതും മാത്രം. ഈ അരി ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ നിറം കാണുമ്പോൾ തന്നെ ഈ തവിടിൽ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വിറ്റാമിനുകളും നാരുകളും എല്ലാം ഉള്ളതാണ്. അപ്പം നമുക്ക് ഇതും കൊണ്ട് ഇന്ന് കഞ്ഞി വയ്ക്കാം. കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞികളുടെ കാലമാണല്ലോ കർക്കിടക മാസം. അപ്പം നമുക്ക് ഒത്തിരി മരുന്നൊന്നും വേണ്ട. അല്പം ഉലുവായും ജീരകവും പിന്നെ അല്പം ഇലയും നെയ്യിൽ മൂപ്പിച്ച് അങ്ങനെ നമുക്കിന്ന് ഈ കഞ്ഞി വയ്ക്കാം. കഞ്ഞി വെച്ച് അതിന് ചേരുന്ന ഒരു തോരനൊക്കെ കൂട്ടി കുടിക്കാം. അങ്ങനെ ഓരോ ആഴ്ചയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഓരോ ദിവസവും ഓരോ തരം ഇലകളും ഓരോ തരം കറികളും ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് നമുക്കിതും കൊണ്ട് ഈ ബ്രൗൺ റൈസ് കൊണ്ട് കഞ്ഞി വയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. തവിട് കളയാത്ത അരി. ഈ അരി കൊണ്ട് നമ്മൾ കഞ്ഞി വെച്ച്, കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ല കടുങ്കാപ്പി പോലെ ഇരിക്കും. ഇച്ചിരി ഉപ്പൊഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കർക്കിടക മാസമല്ലേ, നമുക്കിന്ന് ഇച്ചിരി ഞവരക്കഞ്ഞി വയ്ക്കാം. ഒരു തവി ഉണ്ടെങ്കിൽ ഒരാൾക്ക് കുടിക്കാനുണ്ട്. അപ്പം നമുക്ക് 2 തവി വയ്ക്കാം. ഇത്രയും മതിയാകും. ഞാൻ കുറച്ച് ഉലുവയാണ് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് ഉലുവ, ഇത് രണ്ടും കൂടെ കഴുകി തിളയ്ക്കുന്ന കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് നമുക്ക് വേവിക്കാം. കുക്കറിലല്ലാതെ വേവിച്ചാലും നല്ലതാണ്. പിന്നെ ഇതിനധികം വേവൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു കാര്യമാണിത്. പച്ചരിയല്ല, ഇത് പുഴുങ്ങി ഉണങ്ങാത്ത അരിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. വെള്ളം തിളച്ചില്ല, എന്നാലും തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കഴുകിയെടുത്ത ഞവരയരിയും ഉലുവയും കൂടെ ഇടാം. എന്നിട്ട് ഒന്ന് വിസിലടുപ്പിച്ച് പെട്ടെന്ന് വേവിച്ചിടാം. തുറന്ന് വെച്ച് വേവിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അധികം കൂടുതൽ സമയമെടുക്കും എന്ന് വെച്ചാൽ പച്ചരിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. എന്നാൽ പോലും ഞാൻ നിന്ന് വിസിലടുപ്പിച്ച്, കാരണം അതിൻ്റെ തവിടൊക്കെ ഉള്ളതാണല്ലോ, വിസിലടുപ്പിച്ചാൽ നന്നായിട്ട് വെന്തോട്ടെ. ഒറ്റ വിസിൽ, നമ്മുടെ കഞ്ഞി റെഡി. കഞ്ഞി എന്തായി എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിന് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. 1 കപ്പ് കഞ്ഞിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഊറ്റിയെടുക്കാം. നല്ല കട്ടൻ കാപ്പി പോലെ ഇരിക്കും. അതിനകത്ത് അല്പം ഉപ്പ് ഒഴിച്ച് കുടിച്ചാൽ ഇനി നമുക്കൊരു കുറച്ച് വെള്ളമുള്ളൊരു കഞ്ഞി. ഇതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ അടുപ്പിലേക്ക് വേറൊരു ചീനച്ചട്ടി വയ്ക്കാം. തീ കത്തിച്ച് കൊടുക്കാം. ഒരു 2-3 ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇത്ര വേണമെന്നില്ല കേട്ടോ, ഞാനെടുത്ത് അരിഞ്ഞത് ഇത്ര ഉണ്ട്. ഇനി നമുക്കൊരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടു, ഒരല്ലി വെളുത്തുള്ളി ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് അല്പം ഇല ഇട്ടു. അത് മുട്ടച്ചീരയുടെ ഇലയായിരുന്നു കേട്ടോ, വെട്ടമില്ല അല്ലേ നമ്മളെ. ഇനി നമുക്ക് എത്ര മൂക്കണോ അത്രയും പാകത്തിന് അതൊന്ന് മൂത്ത് വരട്ടെ. നെയ്ക്കകത്ത ഇല, ഒത്തിരി വേവൊന്നും വേണ്ട. തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കണില്ല, തോരൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തേങ്ങ ചേർക്കണില്ല. കഞ്ഞി 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. പകുതി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇലയൊക്കെ ചേർത്ത് കറിയിട്ടു. അല്പം ഉപ്പ് ഒഴിക്കാം. ഇനി ഉപ്പും ചേർത്തു. ഇനി അച്ചാർ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് അച്ചാർ കൂട്ടാം. ഞാനിപ്പോൾ ഈ തോരൻ കറിയാണ് കൂട്ടുന്നത്.
ഞാൻ വാഴച്ചുണ്ട് കറിയും വിളമ്പി. ഇനി നമുക്ക് കഴിക്കാം. ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതിനകത്തൊരൽപ്പം ഉപ്പ് ചേർത്ത് നമുക്ക് കുടിക്കാം. കണ്ട, ഇതിൻ്റെ കൂടെ കുടിക്കുന്നത് കട്ടൻ കാപ്പിയല്ല കേട്ടോ, ഇത് ഈ ഞവര കഞ്ഞിയുടെ കഞ്ഞിവെള്ളമാണ്. ഉലുവയുടെയൊക്കെ ടേസ്റ്റുള്ള നല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം. ഇലയും നെയ്യും ജീരകവും ഉലുവയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ്. ഇങ്ങനെ ഒരാഴ്ച കഴിച്ചാൽ നല്ലതാണെന്ന്, ആരോഗ്യത്തിന് നല്ലതാണെന്ന്, നടുവേദനയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് ഇതിന് തവിടുള്ളത് കൊണ്ട് ഏതാണെങ്കിലും ഗുണം കൂടുതലുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.